إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബഹുമാനം നിറഞ്ഞ എൻ്റെ വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, ഉപ്പമാരെ, ഗുരുനാഥന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിദ്യകളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പോലും പരീക്ഷിച്ചത് നമുക്കറിയാം. ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയ പ്രവാചകന്മാർ നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. പക്ഷേ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പോലെ തന്നെ കാരുണ്യം കാണിക്കുന്നവനും ഇഷ്ടപ്പെടുന്നവനും നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുവാൻ കഴിയുന്നവനുമായിട്ട് ആരും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെയും എൻ്റെയും മുമ്പിൽ ഇപ്പം നമ്മളെ ഒരാളെ തന്നെ 10,000 വന്ന് കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നടക്കില്ല എന്ന് തീരുമാനിച്ചാൽ അത് നടക്കൂല, അത് വേണ്ട എന്ന് ലോകത്തിൻ്റെ സൃഷ്ടാവ്, എന്നെ പടച്ചവൻ, നിങ്ങളെ പടച്ചവൻ, പ്രപഞ്ചം പടച്ചവൻ, അവൻ വിചാരിക്കുകയാണ് ഇല്ല, നടക്കൂല. അത് നടക്കുക തന്നെ ഇല്ല സഹോദരങ്ങളെ. എന്നാൽ അല്ലാഹു വിചാരിക്കുകയാണ് നിങ്ങളെ കൊല്ലുവാൻ ഈ പ്രപഞ്ചത്തിൽ ചെറിയൊരു സാധനം കൊണ്ട് നിങ്ങളെ കൊല്ലാൻ വിചാരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എത്ര ആൾ തന്നെ വന്ന് തടഞ്ഞിട്ടും, ആരൊക്കെ വന്ന് തടഞ്ഞിട്ടും കാര്യമില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. ലോകത്തിൻ്റെ സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മളെ പടച്ച രക്ഷിതാവ്, ആ റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുണ്ടല്ലോ, അവൻ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുവാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുവാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുവാൻ ആ ലോകത്തിൻ്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചാൽ അത് തടയുവാൻ, അത് തടുത്തു നിർത്താൻ, അത് ഇല്ലാതെയാക്കാൻ, അത് ഉപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പടപ്പുകളും നമ്മുടെ ദുനിയാവിൽ ഇന്നില്ല സഹോദരങ്ങളെ. പടച്ച റബ്ബ് വിചാരിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും. അത് പ്രപഞ്ചത്തിൽ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. എന്നാൽ അല്ലാഹു വിചാരിക്കുകയാണ് ഇത് നടക്കൂല, ഇത് വേണ്ട, അത് നടക്കണ കേസല്ല നല്ല കരുതിയാൽ അത് നടത്താനോ ഈ പ്രപഞ്ചത്തിലെ ഒരുത്തനെ കൊണ്ടും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് പ്രയാസങ്ങൾ നമുക്കുണ്ടായിരുന്നു, നമ്മുടെ പിഞ്ചോമനകൾ, നമ്മുടെ ഒരുപാട് ഉമ്മമാർ, നമ്മുടെ ഒരുപാട് ഉപ്പമാർ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ ഇക്കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വയനാട് ജില്ലയിൽ ആ ചൂരൽമലയിൽ എത്ര ആളുകളാണ് കണ്ണ് വേറെ സ്ഥലത്തുനിന്ന്, കാല് വേറെ സ്ഥലത്തുനിന്ന്, കൈ വേറെ സ്ഥലത്തുനിന്ന്, മൂക്ക് വേറെ സ്ഥലത്തുനിന്ന്, ഊര വേറെ സ്ഥലത്തുനിന്ന് ആ കോലത്തിലാണ് അവരുടെ മയ്യത്ത് കിട്ടുന്നത്, അവരുടെ ഡെഡ് ബോഡി കിട്ടുന്നത് ആ ഒരു കോലത്തിലാണ്. റബ്ബ് വിധിച്ചത് അങ്ങനെയാണ് സഹോദരങ്ങളെ. അല്ലാഹു തീരുമാനിച്ചത്, അല്ലാഹുവിൻ്റെ നിശ്ചയം അത് അങ്ങനെയാണ്. അത് തടയുവാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല, അത് തടയുവാൻ നിങ്ങൾ ആരെക്കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നെ റബ്ബ് നമുക്കെല്ലാം നൽകിയവൻ ആ റബ്ബാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്തെന്നെ പറ്റിയാലും നമ്മളൊരു തഖ്വയുള്ളവനാണെങ്കിൽ, ഒരു മുത്തഖിയാണെങ്കിൽ, ഒരു റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്ക് വന്നാലും ക്ഷമിക്കാൻ,
അത് നമുക്ക് നല്ലതായി കാണാൻ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുക. ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് നമ്മൾ ദുആഇക്കുക, പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കതിന് വിജയമുണ്ടാവും സഹോദരങ്ങളെ. എന്തായാലും ഉറപ്പാണ്, അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മളെ എല്ലാത്തിനും കഴിവുള്ളവനെ പടച്ച റബ്ബ്, എല്ലാവരെയും സൃഷ്ടിച്ചവനാണ് ആ അള്ളാഹ്. നന്ദി അള്ളാഹുവിന് നന്നാവിറ്ററിയാം. നമ്മൾ പടച്ച റബ്ബിന് നിരന്തരം നന്ദികേട് കാണിക്കണം. എല്ലാം നൽകിയിട്ട്, എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ട്, നമ്മൾ മനുഷ്യരുണ്ടല്ലോ, ഒരു പ്രയാസം കൊണ്ട് വന്നാൽ, ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹ് നിൽക്കാതെ വിളിച്ചുകൊണ്ട് നിൽക്കും. ആ പ്രയാസം കൊണ്ട് മാറിയാലോ, എന്ത് പടച്ചോന്, എന്ത് നിസ്കാരം, എന്ത് നോമ്പ്, എന്ത് ദിക്ർ, സമയമുണ്ടോ? നേരമുണ്ടോ? നേരെ മറിച്ച് നമുക്ക് എന്തെങ്കിലും പറ്റി നമ്മൾ ബുദ്ധിമുട്ടായി പ്രയാസപ്പെട്ട് നിന്നാൽ നമുക്ക് എപ്പോഴും സമയമാണ്, എപ്പോഴും നേരാണ്. ദിക്ർ ചെല്ലാൻ നേരാ, നിസ്കരിക്കാൻ നേരാ, ദുആക്കാൻ നേരാ. അപ്പോൾ എന്താണ്? അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിക്കുവാൻ തയ്യാറാവുക, അവന് ശുക്ർ കാണിക്കുക. അവന് വിചാരിച്ചൊരു സംഗതി അത് തടക്കാൻ, അത് തടുത്തു നിർത്താൻ, അത് പിടിച്ചു കെട്ടാൻ ഒരു മഹാനും സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന് ശുക്ർ ചെയ്ത് നിരന്തരം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട്, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ അവനിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുവാൻ ശ്രമിക്കുക. നാഥൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, റഹീമായ നാഥ, ഞങ്ങളുടെ ഒരുപാട് സഹോദരന്മാർ അള്ളാഹുവെ, ആ ചൂരൽ മഴയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരുപാട് ഉമ്മ നഷ്ടപ്പെട്ട, ബാപ്പ നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ട, മക്കൾ ബാക്കിയായി, ബാപ്പ നഷ്ടപ്പെട്ട, ബാപ്പ ബാക്കിയായി, മക്കൾ നഷ്ടപ്പെട്ട, കുടുംബം എല്ലാവരും നഷ്ടപ്പെട്ട് ഒരുത്തൻ മാത്രം ബാക്കിയ അള്ളാഹുവെ, പ്രയാസപ്പെടുത്തല്ല നാഥ, അവരെ ബുദ്ധിമുട്ടിക്കൽ റഹ്മാനായ നാഥ. അള്ളാഹുവെ, ഉള്ളു തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് റഹ്മാനെ. അള്ളാഹുവെ,